1957 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ ചരിത്രം പരിശോധിച്ചാൽ ചിലപ്പോൾ അന്ന് ജീവിച്ചിരിക്കാത്ത ആൾക്കാർ നമ്മൾ ഒരുപാട് പേരുണ്ട്, അതിനുശേഷം ജനിച്ചവരുണ്ട്. ചരിത്രം നമുക്ക് വായിക്കാവുന്നതല്ലേ. പിന്നീട് ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി നോക്കി നിരീക്ഷിച്ച് വരുന്നവരുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാം, ഞാൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം സ്കൂൾ ക്ലാസ് പോലെ നോക്കി വരുന്ന ഒരാളെന്നുള്ളത് ഇത്രയും വർഗീയ വിഷം തുപ്പുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ വർഗീയതയെ ശുഭ്രവസ്ത്രധാരി ധരിപ്പിച്ച് നിർത്തി വോട്ടാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഞാൻ ഈ കാണുന്നത്. ആരും പിന്നാക്കമല്ല. അത് ന്യൂനപക്ഷ വോട്ടുകൾക്കാണ് വാസ്തവത്തിൽ കടിപിടി എന്ന് പറയുന്നത്. ഈ SDP വോട്ട് കിട്ടുമോ, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടുമോ, ഇനി ഭൂരിപക്ഷ ഹിന്ദുവിൻ്റെ വോട്ട് കിട്ടുമോ, ഹിന്ദുവിൻ്റെ വോട്ട് പിളരുമോ, ഇങ്ങനെ ഇത് തർക്കങ്ങളാണ് ഈ ഇലക്ഷൻ നിൽക്കുന്നതെന്ന് പറഞ്ഞത്. ആർക്കും പറയാനും വയ്യ, തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യാത്ത കണ്ടീഷനുണ്ട് വാസ്തവത്തിൽ. ഇവിടെ ഇതെല്ലാം പറയുമ്പോൾ മറ്റൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ കേസുകാരൻ്റെ ഇഷ്യൂ വന്നപ്പോഴത്തെ സാക്ഷാൽ AK ആന്റണി ഇടപെട്ടല്ലോ. AK ആന്റണിക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, അതിന് തുറന്ന് പറയുകയില്ലെന്ന് എനിക്കറിയില്ല. ന്യൂനപക്ഷ വർഗീയത അപകടകരമാണ് എന്ന് കോൺഗ്രസിലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് AK ആന്റണിയാണ്. ഒന്നിൽ തവണ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതിൻ്റെ അപകടം അയാൾക്ക് അദ്ദേഹം നേരത്തെ മുൻകൂട്ടി കണ്ടു. ഇപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോലും അദ്ദേഹം ഒരു മകൻ ചാടിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഭംഗിയായിട്ട്, പക്ഷേ അദ്ദേഹം തന്ത്രപരമായി ഇത്തരം കാര്യങ്ങൾ മിണ്ടില്ല. അതാണ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത്. വളരെ മിടുമിടുക്കനായ മനുഷ്യൻ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, നാട്ടിലെല്ലാവരും ഇപ്പോൾ ഒറ്റ ചർച്ചയാണ്, BJPക്ക് എത്ര സീറ്റ് കിട്ടും, BJPക്ക് എത്ര സീറ്റ് കിട്ടും, അതാണ് മുഖ്യ വിഷയം. തെരഞ്ഞെടുപ്പ് വലിയ ഇടതിൻ്റെ മനസ്സിലതാണ് ചോദ്യം, കോൺഗ്രസിനാണ് ചോദ്യം. ഇത് കണ്ടുകൊണ്ട് ഡീലുകൾ പറയുന്നു. ഇതെല്ലാം കെട്ടിയിട്ട് 7-10 സീറ്റ് പിടിച്ചില്ലേ BJPയുടെ മാനം പോകും, ചങ്കിടിപ്പ് അവിടെയും കൂടുകയാണ്. ഇങ്ങനെ എല്ലാ വിഭാഗം ആൾക്കാരുടെ ചോദ്യം. ന്യൂനപക്ഷക്കാർ കാണുമ്പോഴത്തേക്കുന്നു BJP കൊണ്ടുപോകുമോ എന്നാണ്. ഭൂരിപക്ഷം കാണുമ്പോൾ മറ്റേ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നതിൻ്റെ ചർച്ചയാണ്. അപ്പോഴും നമ്മൾ അത്ര ജയിക്കും എന്നാണ് ഭൂരിപക്ഷം പറയുന്നത്. അങ്ങനെ വളരെ വികലമാക്കപ്പെട്ട ഒരു വഴിയിൽ കൂടിയാണ് ഞാൻ നിങ്ങളിപ്പം തെരഞ്ഞെടുപ്പ് വഴിയിൽ കൂടിയാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. വളരെ ദയനീയമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ BJPയുടെ സോക്കോൾഡ് ഈ പറയുന്ന കുറേ സീറ്റുണ്ടല്ലോ, അവർ വരുമായിരിക്കാം. ഒരു 10-30 മണ്ഡലങ്ങളിലൊക്കെ സെക്കൻഡ് വരാനുള്ള സാധ്യത BJPക്ക് ഉണ്ട്. അല്ലെങ്കിൽ 20 to 30 സീറ്റ്സിൽ വരാനുള്ള NDA തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെന്ന് ഞാനും പറയുന്നില്ല. സാഹചര്യങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. ചില സീറ്റുകളിൽ ജയിച്ചെന്ന് വരാം. ആ ചില സീറ്റുകൾ ഏതാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ മനസ്സ് ഗണിക്കാനും നമുക്ക് ഉപകരണങ്ങളില്ല, അതിന് കഴിയുകയുമില്ല. സാധ്യതകൾ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ആ സാധ്യതകളിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുമ്പോൾ ഞാൻ നോക്കിക്കണ്ട പല ആൾക്കാരോടും സംസാരിക്കുന്നു, ചോദിക്കുന്നു എങ്ങനെയാണ് മണ്ഡലസ്ഥിതി എന്ന് പറയുന്നു. അവിടെ പോകാൻ കഴിയുന്നു. കൃത്യമായ ജാതി മത കണക്കുകൾ പരതുന്നു, പഴയകാല കണക്കുകൾ പരതുന്നു, ഒക്കെ പരതിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അത് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടി വ്യക്തമായിട്ട് പറയുന്നത്, ഈ പല പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, എന്നെയും കാട്ടി ഭംഗിയായിട്ട് നിങ്ങൾക്കറിയാം. പക്ഷെ കണക്കുകളാണ് വിഷയം എന്ന് പറയുന്നത്. ഒരു ഡീൽ ആരോപണം നമ്മുടെ മുന്നിലുണ്ട്. ആ ഡീൽ ആരോപണം ഉണ്ട് എങ്കിൽ എല്ലാത്തിനെയും മാറ്റിമറിക്കാൻ ഡീലിന് കഴിയും. ഡീൽ ആരോപണം വ്യക്തമാകുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും. കോൺഗ്രസും CPM-ഉം ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു, A ടീം എന്ന് പറയുന്നത് BJP തന്നെയാണ്. അതുകൊണ്ട് പരസ്പരം ഇവർ BJPയുടെ B ടീമാണ്, BJPയുടെ B ടീമാണെന്ന് പരസ്പരം ആരോപിക്കുന്നത് തന്നെ എന്തോ ഒരു ദുഷിച്ച മണം വരുന്നതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ട് അതിനകത്ത്. അത് BJPക്ക് സുഗന്ധം ആയിരിക്കാം, പക്ഷെ മറ്റ് നാട്ടുകാർക്ക് അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, നേമം, കഴക്കൂട്ടം, പാലക്കാട്, മഞ്ചേശ്വരം, തൃശ്ശൂർ, പൂഞ്ഞാർ, ഇത്രയും സ്ഥലങ്ങളിൽ കൃത്യമായ ത്രികോണ മത്സരം, അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് കൂടി ത്രികോണ മത്സരത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് കുറവ് ഇദ്ദേഹത്തെ എന്താ വട്ടാൻ തോന്നും. ഉൾപ്പെടുത്താൻ തന്നെയാണ് ഞാൻ പറയുന്നത്, കൃത്യമായും പറയുന്നതാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഈ മണ്ഡലങ്ങളിലെ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഒരുപക്ഷെ അത് ത്രികോണ മത്സരം ആയിരുന്നില്ല എന്നറിയുന്നത് അത് കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. സീറ്റ് നേടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നേമത്ത് ഒരു ഡീലുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയുന്നത് കൃത്യമായി തന്നെ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ ഇലക്ഷനിൽ നേടിയ വലിയ, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ വാർഡുകളുടെ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴും അദ്ദേഹം നേടിയ വോട്ടുകൾ അദ്ദേഹത്തിന് നിലനിർത്താനായാൽ BJPക്ക് സാധ്യത എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. മറിച്ച് ഒരു അപകടം മണത്തുകൊണ്ട് ഒരു ഡീലില്ലെന്ന് വെച്ചോളൂ, ന്യൂനപക്ഷ വോട്ടുകളുടെ കൃത്യമായ ഏകീകരണം സംഭവിക്കുമെന്ന് വെച്ചോളൂ. അത്രയും വലിയ ഒരു ഏകീകരണത്തിന് പറ്റിയ ഇടമൊന്നും അല്ല നിയമം എന്നറിയാം. അത് അവിടെ ഹിന്ദു വോട്ടുകൾ വിഘടിക്കപ്പെടുന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇന്നയാൾ ഉറപ്പായി ജയിക്കുമെന്ന്? പക്ഷേ സാധാരണക്കാരോട് ചോദിക്കുമ്പോൾ, കൂടുതൽ നമ്മൾ അറിയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ സാധ്യത എന്ന് ഏറെക്കുറെ ആൾക്കാർ സമ്മതിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പുറമേ ഔട്ട് ഓഫ് സർഫസിലെ കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാൻ കഴിയും. പുറമേ എന്താ കരുതിച്ച് നമുക്ക് അറിയാൻ കഴിയില്ല. ഒരു എഡ്ജ് അദ്ദേഹത്തിനുണ്ട്. അത് ജയിച്ചതിന് ശേഷം
ഉറപ്പിക്കാന്നുള്ളത് പിന്നീട്. ഇനി കഴക്കൂട്ടത്തേക്ക് വന്നാൽ കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴക്കൂട്ടം നമുക്ക് ഒരു എഡ്ജ് നേരത്തെ പറഞ്ഞ പോലെ വി മുരളീധരന് തന്നെയാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ, നേമത്തെ കാര്യം പറഞ്ഞതുപോലെ, ശിവൻകുട്ടിയെയും കടകംപള്ളി സുരേന്ദ്രനെയും പെട്ടെന്ന് അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയില്ല. ചില കാര്യങ്ങൾ കൃത്യമായി ബോധ്യമുള്ളവരാണ്. ചില പിൻവാങ്ങലുകൾ ഒരുപക്ഷെ നിയമത്തുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു, അത് പോട്ടെ, അവിടെ നിൽക്കട്ടെ. കഴക്കൂട്ടത്ത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ മുരളീധരനോടൊപ്പമാണ് കണക്കുകൾ നിൽക്കുന്നത്. പക്ഷേ അവിടെ ശരത്ചന്ദ്ര പ്രസാദ് പിടിക്കുന്ന വോട്ടുകളും നിർണായകമാവും. അപ്പോൾ അതിനകത്ത് മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വോട്ടുകളുടെ ഒരു ഏകീകരണത്തിലുള്ള സാധ്യത കമ്പയർഡ് ടു നിയമം അവിടെ അത് ഉണ്ടാകുന്നില്ല. പക്ഷേ എങ്കിൽ കൂടിയും കഴിഞ്ഞ തവണ ചില കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കാൻ ഇടവന്നതെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടയിലാണ്. പക്ഷെ പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകൾ കൃത്യമായി അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും മുരളീധരൻ ഓരോ സ്റ്റെപ്പും അദ്ദേഹത്തിൻ്റെ ഈ സീറ്റ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏകോപിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വളരെ ചിട്ടയായ ഒരു തിരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെ വിജയിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് സാധിച്ചാൽ ഈ പറഞ്ഞ കടകംപള്ളിയുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ അതിൻ്റെ പേര് മുരളീധരന് സ്വായത്തമാകും, BJPക്ക് സ്വായത്തമാകും. ഏതാണ്ട് അത് സംഭവിക്കാൻ ഇടയെന്നാണ് എനിക്കും കിട്ടുന്ന റിപ്പോർട്ടുകൾ. എങ്കിൽ കൂടിയും എന്നിലെ രാഷ്ട്രീയക്കാരൻ അത്ര കണ്ട് പെട്ടെന്ന് എഴുതിത്തള്ളാൻ കഴിയുന്ന സീറ്റല്ല എന്ന് ഇത് ഒരുപക്ഷെ BJP കേന്ദ്രങ്ങൾക്കും അറിയാമായിരിക്കും. എന്ത് കളിക്കും തയ്യാറാകുന്ന CPM അങ്ങനെയാണ്. CPMന് ജയിക്കുക എന്ന് പറഞ്ഞാൽ അവർ ജയിക്കാൻ അവർക്കറിയാം. അപ്പോൾ അതിനപ്പുറത്തേക്ക് കടന്നുള്ള കാര്യങ്ങളും കൂടി ചെയ്തു വെച്ചിട്ടുണ്ടാവും. പിന്നെ രണ്ടിടത്തും എല്ലായിടത്തും നമ്മുടെ വോട്ടർ പട്ടിക പുനഃപരിശോധന നടന്നപ്പോൾ കടന്നുപോയ ആൾക്കാരൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ഇതൊന്ന് ശുദ്ധീകരണം നടത്തിയാണ് എടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഇരു വിഭാഗത്തും സംഭവിക്കും. എങ്കിൽ കൂടിയും നഷ്ടം വരുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ CPMനായിരിക്കാം. അത് കഴക്കൂട്ടം അങ്ങനെ. പിന്നെ പാലക്കാടാണ്. പാലക്കാടിൽ കിട്ടുന്ന അപ്ഡേറ്റ്സ്, നിരന്തരമായി കിട്ടുന്ന അപ്ഡേറ്റ്സ് ശോഭാ സുരേന്ദ്രന് അനുകൂലമാണ്. കാരണം അവിടെ വലിയൊരു കുറവ് എന്ന് പറയുന്നത് രണ്ടുപേരും, NMR റസാഖായാലും ശരി, പിഷാരടി ആയാലും ശരി, രണ്ടുപേരും രാഷ്ട്രീയക്കാരല്ല. ആ രാഷ്ട്രീയക്കാരല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അവരുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയക്കാരനല്ലാത്ത ശ്രീധരൻ നിന്നിട്ട് വലിയൊരു ഭൂരിപക്ഷം കൊടുത്തിട്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാനിടവന്ന എന്താണ്? ആ ന്യൂനപക്ഷ വോട്ടുകളുടെ BJP ജയിക്കരുത് എന്നുള്ള ഒരു അന്തം വിട്ട ഒരു ചിന്തയിലാണ് അന്ന് പാവം ശ്രീധരൻ തോറ്റുപോയത്. പാവം എന്ന് പറയാൻ കാരണം അത് മികച്ച ഒരു എന്താണ് ലോകം മുഴുവൻ അറിയുന്ന ഒരു എഞ്ചിനീയറിംഗ് മേഖലയുടെ വൈദഗ്ധ്യമുള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ ഇത്ര കൃത്യമായി തോൽപ്പിക്കാൻ നമ്മുടെ ജാതിമത ചിന്തകൾക്ക് കഴിയുമെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഇത് നമ്മൾ വോട്ട് മാത്രമല്ല നിൽക്കേണ്ടത്, ചില ചിന്തകൾ, ആ ചിന്തകൾ മാറി വന്നു കഴിഞ്ഞാൽ അത് BJPക്ക് എതിർ ചിന്തയിലേക്ക് വരും. അത് എനിക്ക് നിങ്ങൾക്കും ഡീല് വഴി ഉറപ്പിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അത്തരം വോട്ടുകളുടെ നിർണായക സ്വാധീനം ഉണ്ട് എങ്കിൽ അത് മറിക്കാൻ സാധ്യതയുണ്ട്. കഴക്കൂട്ടത് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പച്ചയായിട്ട് നമുക്ക് പല സത്യങ്ങളും വിളിച്ച് പറയാൻ കഴിയില്ല എന്നുണ്ട് വാസ്തവത്തിൽ. അപ്പോൾ അത് വച്ചിട്ടാണ് നമ്മളെപ്പോഴും കണക്കാക്കേണ്ടത്. എന്ത് ഡീലുണ്ടെങ്കിലും എന്ത് ഡീലില്ലെങ്കിലും ഇത്തരം ചിന്തകൾ മനുഷ്യനെ കാർന്നു തിന്നു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പാലക്കാട് രണ്ടൊരു പൊളിറ്റീഷ്യൻസ് അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധ്യത വളരെ ഭംഗിയായിട്ട് ശോഭാ സുരേന്ദ്രൻ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. പല കാര്യങ്ങളും അവർക്ക് അനുകൂലമാണ്. അവരുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വോട്ട് വർദ്ധിപ്പിക്കുന്നൊരു ശീലം ഉണ്ടാവും. അല്ലെങ്കിൽ നാളിതുവരെ സംഭവിക്കാത്ത മട്ടിൽ ചില അടിയൊഴുക്കുകൾ സംഭവിച്ചിട്ട് ശോഭയ്ക്ക് വിപരീതമായി കാര്യങ്ങൾ സംഭവിക്കുക. അതുകൊണ്ട് ഞാൻ വ്യക്തമായി തന്നെ കാണുന്നില്ല അതിനകത്ത്. പിന്നെ മഞ്ചേശ്വരം നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. സുരേന്ദ്രനെ വിടാതെ പിന്തുടരുന്ന വോട്ട് മറിക്കൽ പ്രക്രിയ കേരളത്തിൽ തന്നെ ആദ്യമായി തുടങ്ങിയത് മഞ്ചേശ്വരത്താണ്. സ്വാഭാവികമായി ഇത്തവണയും അതുവരെ ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി ചിന്തിക്കാൻ കുറച്ച് പേര് ചിന്തിച്ചാൽ പോരെ. 700 ചില വോട്ടുകൾക്ക് 89 വോട്ടുകൾക്കല്ലേ അദ്ദേഹം പുറത്തായി പോയത്. ഇനിയും അത് സംഭവിച്ചുകൂടായെന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്, സംഭവിക്കാവുന്നതാണ്. സുരേന്ദ്രൻ അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. അതായത് അതിന് ഹിന്ദുവിനെ തോൽപ്പിച്ചാലും മുസ്ലിമിനെ തോൽപ്പിച്ചാലും ക്രിസ്ത്യനെ തോൽപ്പിച്ചാലും അത് ജാതിമത ചിന്തകളുടെ പേരിൽ തോൽപ്പിക്കുന്നതോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളെന്ന് ഞാൻ പറയാത്തത് കാണുന്നതാണ്. കാരണം അവർക്ക് അവിടെ UDF വിജയിച്ചെന്ന മണ്ഡലമാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ വിജയിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ രീതി ശരിയല്ല. ആ രീതിക്കെതിരാണ് ഞാൻ സംസാരിച്ചത്. തൃശ്ശൂരിൽ പത്മജയുടെ കേസിൽ സുരേഷ് ഗോപിയുടെയും കൂടി മാനം രക്ഷിക്കാനുള്ളൊരു പോരാട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് പിടിച്ച വോട്ടും
പത്മജനെ നേരത്തെ പിടിച്ചിട്ടുള്ള വോട്ടുകളോടൊപ്പം BJP വോട്ടുകളും മറ്റു പല വികാരങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. അതെല്ലാം കൂടി ഒഴുകിയെത്തിയാൽ പത്മജയ്ക്കുള്ള സാധ്യത കാണുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച്. പിന്നെ പൂഞ്ഞാറിലേക്ക് വരുമ്പോൾ പൂഞ്ഞാറെ പർപ്പസ്ഫുള്ളി കയറ്റി വെച്ചതാണ് അവിടെ. എന്തുകൊണ്ട് പാലാ കയറ്റിയിലേക്ക് ചോദ്യം ഉണ്ടാവാം. അതോടെ ചോദ്യങ്ങളവിടെ നിൽക്കട്ടെ, പറയാം. പൂഞ്ഞാറിലേക്ക് വരുമ്പോൾ PC ജോർജിനെ ഏറ്റവും ഒടുവിൽ ഒന്ന് പിഴച്ചു നാക്ക്. FCRA ഫോറിൻ വിദേശ പണം ഫണ്ടിന്റെ ഭേദഗതിയുമായി നിയമവുമായി ബന്ധപ്പെട്ടിട്ട്. എങ്കിൽ അതാണ് PC ജോർജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അത് പിന്നെ പ്രശ്നമില്ല, വെട്ടി തുറന്ന് പറയുന്ന ശീലം. പക്ഷെ എങ്കിലും PC കഴിഞ്ഞവണ പിടിച്ച വോട്ടോടൊപ്പം ഒരു 10 വോട്ട് കൂടി പിടിച്ചാൽ PC കാര്യം പിന്നെ ഉറപ്പായും അവിടെ വിജയിച്ച് വരാവുന്നതേ ഉള്ളൂ. PC-യെ പള്ളിക്കാരും കൂടെ നിന്നവരും ഒക്കെ പറ്റിക്കുവരെന്നുള്ള പൂഞ്ഞാറിൽ അറിഞ്ഞാൽ മതി. അത് തന്നെയാണ് പൂഞ്ഞാറിൻ്റെ സ്ഥിതി. ഇല്ലെങ്കിൽ PC ജോർജ് ജയിച്ചു വരും. ഇതാണ് എനിക്ക് ഇത്രയും മണ്ഡലങ്ങളാണ് ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് BJPക്ക് ഞാൻ കൊടുക്കുന്ന മണ്ഡലങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ബാക്കി പല മണ്ഡലങ്ങളും സെക്കൻഡ് ഗ്രേഡ് മണ്ഡലങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ വട്ടിയൂർക്കാവ് പോലും ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ ആ മണ്ഡലത്തിൽ കഴിയുന്ന ഒരാളും കൂടിയാണ്. പിന്നെ ജയിക്കുന്നവർ ആര് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചത് വിഷയമല്ല. പക്ഷെ എങ്കിൽ കൂടിയും സത്യസന്ധമായ കാര്യങ്ങളെ നോക്കി കാണുമ്പോൾ പറയേണ്ടുന്നത് ചില കാര്യങ്ങളാണ്. ഇനി BJPയുടെ സെക്കൻഡ് ലെവൽ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് മലമ്പുഴ, ദേവികുളം, പാല, ആറന്മുള, ചാത്തന്നൂർ, ചെറിയൻകീഴ്, കാട്ടാക്കട, വർക്കല. ഈ മണ്ഡലങ്ങളിൽ BJPക്ക് സാധ്യതയുണ്ട്. വിജയിച്ചു വന്നാൽ അത് അട്ടിമറി വിജയങ്ങളാണില്ല. കാരണം ഈ മണ്ഡലങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടർ ഭംഗിയായിട്ട് കളിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കൂ, മലമ്പുഴയിൽ സുരേഷും പ്രഭാകരനും വളരെ ഭംഗിയായിട്ട് വോട്ട് പിടിക്കുകയും ഈ പാർട്ടി വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇന്നുവരെ CPM അല്ലാതെ മറ്റൊരാൾ ജയിച്ചിട്ടില്ലാത്ത മണ്ഡലമാണ്. അവിടെ സ്വാഭാവികമായിട്ടും ആര് കയറി വരും? കൃഷ്ണകുമാർ. അദ്ദേഹത്തിന് നല്ല ഫിക്സഡ് വോട്ടാണ് അവിടെ. അപ്പോൾ അത് പിന്നെ വോട്ടിട്ടതിന് ശേഷം മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന മണ്ഡലമാണ്. അല്ലാതെ കണ്ണുപൂട്ടി കൃഷ്ണകുമാർ ജയിക്കും അല്ലെങ്കിൽ സുരേഷ് ജയിക്കും എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. അങ്ങനെ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരികയാണ്. ദേവികുളത്ത് ശക്തമായ സ്വാധീനമുള്ള ഒരാളാണ് രാജേന്ദ്രൻ. പാർട്ടിയിൽ നിന്ന് പിണങ്ങിപ്പോവുകയും ദീർഘകാലം പാർട്ടിയിൽ നിന്ന് പിണങ്ങിപ്പോവുകയും തമിഴ് വോട്ടുകൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരാൾ കൂടിയാണ്. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ ഒന്നുകൊണ്ട് ഫാക്ടർ ഉണ്ട് അവിടെ. ഈ പാർട്ടി വിട്ട് വരുമ്പോൾ പാപ്പയുടെ തൊഴിലാളികൾക്ക് എന്ത് പാർട്ടി? അന്ധമായ പാർട്ടി അങ്ങ് വിശ്വസിക്കുകയാണ്. ആ പാർട്ടിയെ വിശ്വസിക്കുന്നത് തൻ്റെ നേതാവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ്. ആ നേതാവ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി മാറി വന്ന നേതാവിലേക്കാണോ, മാറിപ്പോയ നേതാവിനാണോ കൂറ്, അല്ല ഇപ്പോൾ ഉള്ള മറ്റൊരു രാജ്യയിലാണോ കൂറ്? അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവിടെയും BJPക്ക് പിന്നെ രണ്ടാം സ്ഥാനത്ത് വന്നാൽ പോലും ഒരു അട്ടിമറി വിജയമെന്നേ ഞാൻ പറയുള്ളൂ. അത് പാലയിൽ ഷോൺ ജോർജ് വലിയ പിന്നെ A ക്ലാസ് മണ്ഡലമാക്കി പ്രചരണത്തിൽ മാറ്റിക്കഴിഞ്ഞു. പക്ഷെ വോട്ടായത് മാറിയിട്ട് മാറിയെന്ന്. കാരണം ആ വോട്ടുകളൊന്നും സ്വാഭാവികമായി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പള്ളിയും പാതിരിയും പിന്നെ ഈ പിള്ളകളും ഒക്കെ വോട്ട് ഷോൺ ജോർജിനിട്ടിട്ട് അദ്ദേഹത്തെ ജയിപ്പിച്ച് അവിടെ വിട്ടിട്ട് ഒരു പാലമായി. അതൊക്കെ പിന്നെ നടന്നെന്ന് പറയാം. ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ, അത്രേ പറയുന്നുള്ളൂ. ആ വോട്ടുകൾ കിട്ടുമെന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. രണ്ടാം സ്ഥാനത്ത് വന്നാലും കേവലമായ ഒരു 20,000 വോട്ടങ്ങൾ പിടിച്ചെന്ന് എനിക്ക് ഓർമ്മയെന്ന് പറയുന്നതാണ്. അതൊരു 40 45 ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അതൊരു വലിയ പിന്നെ വിപ്ലവം തന്നെയാണ്. മറിച്ച് ആ വോട്ടുകൾ ഷോണിനോടൊപ്പമാണ്, അദ്ദേഹം പാലയിലാണ് താമസവും, ഷോണിനോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ അതൊരു വല്ലാത്ത അട്ടിമറിയായിരിക്കും. അവിടെയാണ് നമുക്ക് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയെന്ന് പറയാവുന്നത്. അത് പിന്നെ BJPയെ ഇരുത്തി ചിന്തിപ്പിക്കും. പിന്നെ എങ്ങനെ നടന്നു പോകണം ഭാവിയിലെ കാര്യങ്ങൾ എന്നുള്ളത് ഷോണിലൂടെ പിന്നെ പ്രാവർത്തികമാക്കാൻ BJP ശ്രമിക്കുന്ന ഒരു കാര്യമായിരിക്കും ഷോൺ ജയിച്ചാൽ. പിന്നെ മറ്റൊരു മണ്ഡലം ആറന്മുളയാണ്. അബിൻ വർക്കി, വീണ ജോർജ്, കുമ്മനം രാജശേഖരൻ്റെ സീറ്റ് അവസാനം തീരുമാനിക്കപ്പെട്ടൊരു സീറ്റാണ്. കുമ്മനത്തിന് വളരെ പിന്നെ ആഴത്തിൽ ആൾക്കാരുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. അദ്ദേഹം ജയിക്കേണ്ട കാൻഡിഡേറ്റാണ്. വീണ ജയിക്കേണ്ട കാൻഡിഡേറ്റ് അല്ലെന്നും ഞാൻ പറയുന്നില്ല, വോട്ടേഴ്സാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ പൊതുവെ അബിൻ വർക്കി മികച്ച കാൻഡിഡേറ്റാണ്. പ്രവർത്തനം കൊണ്ട് താൻ മികച്ച പിന്നെ മന്ത്രിയായിരുന്നില്ല എന്ന് തെളിയിച്ച ഒരാളെന്നുള്ള നിലയിലാണ് ഞാൻ വീണയെ പറയുന്നത്. വലിയൊരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യണമെങ്കിൽ അത് വല്ലാത്തൊരു ആത്മധൈര്യവും കൂടി വേണ്ട പണ്ട്. ആ ഒരു പ്രവൃത്തികൾ കൊണ്ട് ഞാൻ വിലയിരുത്തിയാണ് ഇവരെ കമ്പയർ ടു അബിൻ വർക്കി ആൻഡ് കുമ്മനം രാജശേഖരൻ കുറച്ച് ലെവൽ താഴെ തന്നെയാണ് നിൽക്കുന്നത്. ആര് ജയിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കുമ്മനത്തിന് സാധ്യത അല്ലെങ്കിൽ അബിൻ വർക്കി സാധ്യത അത് വോട്ടേഴ്സ് തീരുമാനിക്കട്ടെ. അവിടെയും രണ്ടാമതോ വന്നാൽ പോലും അതൊരു പിന്നെ സെക്കൻഡ് ഗ്രേഡായിട്ട് മാത്രമേ ഞാനത് രണ്ടാം ഘട്ട പിന്നെ മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ മാത്രമേ എനിക്ക് ആറന്മുളയെ പെടുത്താൻ കഴിയുള്ളൂ. ഇനി ഒന്ന് ചാത്തന്നൂരാണ്. കഴിഞ്ഞ തവണകളിലൊക്കെ ജയിക്കുമെന്ന് പറഞ്ഞു പോയിരുന്ന മണ്ഡലമാണ് ചാത്തന്നൂർ. വലിയ സാധ്യതയുള്ള മണ്ഡലമാണ്. തള്ളാൻ ഒരിക്കലും കഴിയില്ല. പക്ഷേ ജയിച്ചു എന്ന് പറയാൻ പറ്റും. അവിടെയും സെക്കൻഡ് ഗ്രേഡിലേ പറയാൻ പറ്റും. ഗോപകുമാറാണ്, BP ഗോപകുമാറോടെ സ്ഥാനാർത്ഥി. മികച്ച സ്ഥാനാർത്ഥിയാണ്. മറ്റ് സ്ഥാനാർത്ഥികളെ കൂടി നമ്മൾ പരിഗണിക്കണം. അവരാരും മോശക്കാരും ഒന്നുമല്ല. അപ്പോൾ അവിടെയും നേരത്തെ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അവിടെ പിന്നെ ഉള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ പല ഫാക്ടറുകൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും
തീരുമാനങ്ങൾ അതിനനുസരിച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ചിറയൻകീഴിൽ പാർട്ടി മാറി വന്ന അനൂപാണ് BJP സ്ഥാനാർത്ഥി. അദ്ദേഹം നല്ല സ്വാധീനമുള്ള ആളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ പാർട്ടി മാറി വന്നതെന്നും ഏതളവിൽ അദ്ദേഹത്തെ സ്വാധീനിക്കും എന്നറിയാൻ കഴിയില്ല. നല്ല വോട്ടേഴ്സ് BJPക്ക് പാർട്ടി വോട്ടുള്ള സ്ഥലമാണ് ചിറയൻകീഴ്. മറ്റു ചില സ്ഥാനാർത്ഥികളാണെങ്കിൽ ജയിക്കുമെന്നുള്ള പറച്ചിൽ വരെ ഉണ്ടായിരുന്നു. ആ സ്ഥാനങ്ങളിൽ അവസാനം മാറിയാണ് അനൂപിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അനൂപിൽ നിന്നൊരു 10-15 വോട്ടുകൾക്ക് അനൂപിൻ്റെ വകയായി കിട്ടുമെന്നുള്ള ചിന്തയിലാണ് BJP അവസാന നിമിഷം ഇത് അനൂപിലേക്ക് എടുത്ത് കൊടുക്കുന്നത്. അത് കിട്ടിയാൽ കൂട്ടി തന്നെ പറയാനുള്ളൂ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് സെക്കൻഡ് തന്നെ വന്ന് അവസാനിക്കാനുള്ള സാധ്യതയായിരുന്നു. അനൂപ് നിർത്തി ഒരു പരീക്ഷണം BJPയും മുതിരുകയാണ്. പിന്നെ കാട്ടാക്കട വർക്കല. കാട്ടാക്കട എന്ന് പറയുന്നത് അറിയാം, കൃഷ്ണദാസ് വീണ്ടും 3ാമത് മത്സരിക്കുന്നു. B. രാജഗോപാലിനോടുപോലെ സാധാതരം പിന്നെ കാട്ടാക്കടയിൽ ഇദ്ദേഹത്തിന് അടിച്ചുകൂടാനും നിർബന്ധമൊന്നുമില്ല. നാടാർ വോട്ടുകളുടെ പിന്നെ ഉള്ള സ്ഥലമാണത്. അത് പിന്നെ ആ വോട്ടുകൾ ചില CSI വോട്ടുകൾ ഒക്കെ ഉണ്ട്. അത് എങ്ങനെയാണ് ആ മണ്ഡലത്തിൽ ഫലിക്കുക എന്നറിയില്ല. ആ വോട്ടുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്കൊക്കെ ആണ് ചെന്ന് വീഴുന്നതെങ്കിൽ കൃഷ്ണദാസ് വീണ്ടും കരയേണ്ടി വരും. ഇനി മറിച്ചാണ് സഹതാപതരം കൊണ്ട് ഇവരെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുകയാണ്, മറ്റേ വഴിയിൽ വോട്ടൊക്കെ മാറിയൊക്കെ പോവുകയാണ്, ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, പിന്നെ ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി വീണ്ടും വോട്ടുകൾ കൂടുതൽ പിടിക്കുകയാണ് ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ മേൽ പറഞ്ഞൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രമാണ് അവിടെ കാട്ടാക്കടയിൽ അദ്ദേഹത്തിന് സ്ഥാനം. ജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടല്ലോ, കണക്കുകൾ കൂടി ശരിയായി വരണ്ടേ, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വരുന്നത്. പിന്നൊന്ന് ചിറയൻകീഴ് നമ്മുടെ വർക്കലയിൽ വളരെ രസകരമായൊരു കാര്യമാണ്. സ്മിത സുന്ദരേശൻ എന്ന് പറയുന്ന ആൾ തലേ ദിവസം കാൻഡിഡേറ്റ് ജോയ് ഇത് സമർപ്പിക്കാൻ പോകുന്ന കൂട്ടത്തിൽ പോവുകയും പിറ്റേന്ന് രാവിലെ നേരം വെളുത്ത് പുതിയ സാരി എടുത്ത് വന്ന് BJP സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശ പത്രിക കൊടുക്കുകയും ചെയ്തു. വലിയ തോതിൽ പിന്നെ അവിടെ സ്വാധീനമുള്ള ഒരു സ്ത്രീ തന്നെയാണ്. അച്ഛൻ ഏരിയ സെക്രട്ടറിയാണ് സുന്ദരേശൻ. അദ്ദേഹം പാർട്ടി വിട്ട് പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൾക്ക് വിഷമമുണ്ടെന്നും കൂടി പറഞ്ഞു വയ്ക്കുന്നു. സ്വാഭാവികമായും അവിടെയും പ്രതീക്ഷിക്കുന്നത് BJP പ്രതീക്ഷിച്ചത് ഒരുക്കി നിർത്തിയിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ടാണ്, കുപ്പായം വലിപ്പിച്ചിട്ടാണ് സ്മിതയ്ക്ക് കൊടുത്തത്. സ്മിതയിൽ നിന്നും ഒരു 10-15 വോട്ടാണ് BJP പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു 10-15 വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കേരളം ഞെട്ടിപ്പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ പറയുന്ന രണ്ടാം ലെവലിൽ ഞാൻ കണ്ട മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് BJPക്ക് കിട്ടുന്ന. ആൾക്കാർ പറയും 30 മണ്ഡലങ്ങളിൽ ഫസ്റ്റ് 11 മണ്ഡലങ്ങളിൽ ഫസ്റ്റ് 8 മുതൽ 15 സീറ്റ് വരെ. ഒന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇനി ഈ കണക്കുകൾ, ഞാൻ ഈ പറയുന്ന കണക്കുകൾ പോലും മാറിപ്പോകും. അപ്പോൾ അതൊക്കെ നമുക്ക് വോട്ടിംഗ് പാറ്റേണും കൂടി നോക്കിയിട്ട് മാത്രം അവസാന നിമിഷമാണ് നമുക്കൊരു ഊഹത്തിൽ, ഏതാണ്ടൊരു ഊഹത്തിലേക്ക് ചെന്നത് നിൽക്കാനാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കപ്പെടും. കാരണം ആശങ്കയും ആകാംക്ഷയും ഒരേപോലെ കോർത്തിണക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വരുന്നത്. ആശങ്ക എന്താണെന്നും ആകാംക്ഷ എന്താണെന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അത് തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആശങ്കകളാണ് കൂടുതൽ പങ്കുവയ്ക്കുന്നതെങ്കിൽ BJP ഒരു വട്ടം കൂടി പലയിടത്തും കാത്തിരിക്കേണ്ടി.